മുഷാവറിൽ അവർ ആവശ്യപ്പെട്ടു സമത്വക്ക് രാഷ്ട്രീയ പാർട്ടി വേണം, പാടില്ലെന്ന് സമത്വ പറഞ്ഞു. എന്നാ പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും സ്ഥാനമാനം ഇസ്ലാമിന്റെ പേരിൽ വാങ്ങണ്ട, പള്ളിക്ക് കട്ടില വെക്കാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ഞങ്ങൾ മതി, അതിന് പാണക്കാട്ട് നിന്ന് ആള് വരണ്ട എന്നൊരവസ്ഥയിലേക്ക് സമൂഹത്തെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. കേരള സമൂഹത്തിന് ആദ്യമായി അങ്ങനെ ഒരു ചിന്ത കൊളുത്തിവിട്ടത് ഇവരാണ്. എത്രയോ തെളിവുകൾ അതിനെ നിരത്താൻ കഴിയും. ആദരവോടുകൂടി കേരളം കണ്ടിരുന്ന പാണക്കാട് കുടുംബത്തെ ജനമനസ്സിൽ നിന്ന് കുടിയിറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്. അങ്ങനെ കേരളക്കരയിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന സംഘടന ഒരു തെറ്റായ ദിശയിലേക്ക് പോകാൻ തുടങ്ങി. ആ സംഘടനയെ കെട്ടിപ്പടുത്തതാരാ? ആ സംഘടനയെ കെട്ടിപ്പടുത്തത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യ പണ്ഡിതന്മാർ. ആ സംഘടനയെ വളർത്തിയതാരാ? സയ്യിദന്മാര് എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്ത ഉലമാക്കളും ഉമറാക്കളും. അവർ രണ്ടു കൂട്ടരും മഹാന്മാരായിരുന്നു, മാന്യന്മാരായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ എന്താ ചെയ്തത്? ഹൈദരലി ശിഹാബ് തങ്ങളെ പുറത്താക്കി. CH ഹൈദറോസ് മുസ്ലിയാരെയും KV ഉസ്താദിനെയും ഒക്കെ പരസ്യമായി പൊതുയോഗത്തിൽ കൂക്കി വിളിച്ചു. എന്ന് പറഞ്ഞാൽ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും വാപ്പാനെയും ഉമ്മാനെയും രണ്ടുപേരെയും. അതുകൊണ്ട് തന്നെ നമ്മൾ സമത്വയുടെ ആ പിഞ്ചു പൈതലിനെ മാറ്റിവെച്ചിട്ട് വേറൊരു സംഘടന രൂപീകരിച്ചു. ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞിനെ കൊല്ലുമ്പോൾ മൂസാ നബി തങ്ങളെ ചോദിച്ചല്ലോ, എന്തിനാണ് ആ കുട്ടിനെ കൊന്നത്? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖദർ നബി തങ്ങൾ പറഞ്ഞെന്താ? ആ കുഞ്ഞിനെ കൊല്ലാൻ കാരണം ഇന്നതായിരുന്നു. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനീന ഫഖശീന അൻ യുർഹിഖുഹുമാ തുഗ്യാനം വ കുഫ്റാന എന്നതുപോലെ ഇക്കുട്ടി നാശം ഉണ്ടാവുന്ന ആലിമീങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവിടെ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിച്ചു. എന്നിട്ട് നമ്മുടെ നേതാക്കൾ ആലോചിച്ചുകൊണ്ട് ഫഅറദ്നാ യുബ്ദിലുഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വ അഖ്റബറുഹുമാ, നല്ലൊരു കുട്ടിനെ വേറെ തന്നു. അത് കേസ് ഇതേ സംഭവിച്ചുള്ളൂ. ചരിത്രത്തിന്റെ ആവർത്തനം. നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപീകരിച്ചു. ഈ 79 ആരംഭിച്ച ഈ പ്രവർത്തനം അനവരതം തുടർന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല നേതാക്കളുടെ മുഴുവൻ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. 1840 ജനിച്ച് 932 മരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അദ്ദേഹമാണ് സമത്വ സ്ഥാപിച്ചത്. അദ്ദേഹമാണ് സമത്വക്ക് ഊടും പാവും നൽകിയത്. ആ മഹാനുഭാവന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ മരണം വരെ സമത്വയിൽ ഒരു രാഷ്ട്രീയ ചേരിതിരിവ് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ കഥ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ. ഇപ്പൊ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് പോന്നാൽ സമത്വയെ നയിച്ച പൂർവിക നേതാക്കള്, ഇപ്പൊ KV ഉസ്താദിനെ പോലത്തെ ആളുകൾ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് വരെ വേദിയിൽ പറയാറുണ്ടായിരുന്നു. ചർച്ചയായിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. KK അബൂബക്കർ സിറത്ത്, കോട്ടുമൽ ഉസ്താദ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, പുതിയാപ്പള പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, വാണിയമ്പലം ഉസ്താദ്, ഇവരൊക്കെ സമത്തെ നയിച്ച മഹാന്മാരല്ലേ. അമാനത്ത് ഗോയണ്ടി മുസ്ലിയാർ, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, അവരിൽ പലരും രാഷ്ട്രീയ സംഘടനയുമായി അടുപ്പമുള്ളവരുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന്റെ വേദിയിലേക്ക് പോകാത്തവരുണ്ടായിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തവരുണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച അണ്ടോൺ അബ്ദുൽ മുസ്ലിയാരെ പോലെ, കൊയ്യോട് ഉസ്താദിനെ പോലെ, സമത്വയുടെ പൂർവ്വകാല നേതാക്കൻ TK അബ്ദുൽ മൗലവി, അങ്ങനെ ഓരോരുത്തരും നിങ്ങളോട് MM ബഷീർ മുസ്ലിയാർ മുതൽ CH ഹൈദറോസ് മുസ്ലിയാർ മുതൽ നമ്മുടെ മുമ്പിൽ ജീവിച്ച് മരിച്ചുപോയ നിങ്ങളുടെ PC കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള, ഇപ്പൊ അടുത്ത് മരിച്ച കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള വലിയൊരു പണ്ഡിത നിര നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ പണ്ഡിത നിരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ രാഷ്ട്രീയപരമായ ഒരു ചർച്ച സമത്വയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അവനവനവന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി പോകുന്നു, സമത്വ അതിന്റെ വഴിക്ക് പോകുന്നു എന്നല്ലാതെ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച സമത്വയിലില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചതാരാ? ഈ ചർച്ച കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് എന്ന് കാണാം. അതിന്റെ മുമ്പ് അങ്ങനെ ഒരു ചർച്ചയില്ല. അവര് നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ആരംഭിച്ചു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അനുമതി കൊടുത്തില്ല. അനുമതി കൊടുക്കാതെ വന്നപ്പോൾ അവർ ചെയ്ത പ്രവർത്തനം പരസ്യമായി ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന എന്താണ് അവർ പ്രസംഗിച്ചത് എന്ന് ഇന്നലെ കഴിഞ്ഞു പോയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ലാക്കാക്കി അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ മുജാഹിദാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. സുന്നികൾക്ക് എന്തിനാ പാർലമെന്ററി ബോർഡ്?
സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. യുവാക്കൾക്ക് ഒരു പക്ഷേ അത് ഓർമ്മയുണ്ടാവില്ല. സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചിട്ട് അവർ പറഞ്ഞു സുന്നികളെ സ്ഥാനാർത്ഥികളാക്കണം. അന്ന് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുള്ള വിദ്വേഷത്തിന്റെ പേരിൽ സുന്നികളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പറഞ്ഞ ആളുകൾക്ക് മിതമായ ഭാഷയിൽ ആ ആദർശത്തിന്റെ 10% കയ്യിലുണ്ടെങ്കിൽ വഖഫ് ബോർഡ് നിരീശ്വരവാദിയുടെ കയ്യിൽ കൊടുക്കണ്ട എന്ന് പറയാനുള്ള ആണത്വം എന്തുകൊണ്ട് ഉണ്ടായില്ല? അല്ല ചോദിക്കേണ്ടത്. അന്ന് പറഞ്ഞു മുജാഹിദിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല. ഞങ്ങൾ അനുകൂലിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആയിരുന്നില്ല എന്ന് അന്നത്തെ നേതാക്കൾക്കൊക്കെ അറിയാം. എന്താ കാരണം? അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുള്ള വിദ്വേഷം തീർക്കാനായിരുന്നു, വേറൊന്നുമല്ല. അതിന്റെ അവസാനത്തെ തെളിവായിരുന്നു കഴിഞ്ഞ കോഴിക്കോട് നിയോജക മണ്ഡലത്തിലെ മത്സരം. 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, രണ്ടും മുസ്ലിങ്ങൾ. ഒന്ന് UDF, ഒന്ന് LDF. ഇവരുടെ സുന്നത്ത് മാസികയിൽ ചോദ്യം ചോദിച്ചു, 2 മുജാഹിദ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ എന്ത് ചെയ്യും? ഉടനെ അതിന് മറുപടി എഴുതി, ജീവിച്ചിരിക്കുന്ന തെളിവാ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ. മുജാഹിദ് 2 വിധമാണ്, ഒന്ന് ലീഗ് മുജാഹിദും ഒന്ന് ലീഗേതര മുജാഹിദും. മുജാഹിദ് കിസ്മാനി എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഒന്ന് ലീഗ് മുജാഹിദും ഒന്ന് ലീഗേതര മുജാഹിദ്. അങ്ങനെ വന്നാൽ ലീഗ് മുജാഹിദിനെ പരാജയപ്പെടുത്തണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ രോഗം എന്താണ്? മുജാഹിദ് അല്ല രോഗം. രോഗം എന്താ? രോഗം ഏത് പാർട്ടിക്കാരനാണ് എന്നതാണ് പ്രശ്നം. അതിന്റെ കാരണമോ? ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ മുസ്ലിങ്ങളുടെ കേന്ദ്രീകൃത നേതൃത്വം പാണക്കാട് കുടുംബത്തിലാണ് എന്ന വിദ്വേഷം. സമത്വയാണെങ്കിൽ പാണക്കാട് തങ്ങൾ അംഗീകരിക്കുന്നതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലക്കല്ല. അത് ദുർവ്യാഖ്യാനമാണ്. കേരളത്തിലെ മഹല്ലത്തുകളുടെ ഖാദി, സയ്യിദ്, ആലിമ്, പൂക്കോയ തങ്ങൾ ഭാഗ്യം ചെയ്ത മഹാന. സുന്നി യുവജന സംഘത്തെ ഗ്രാമാന്തരങ്ങളിൽ കൈപിടിച്ച് കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തിയത് പൂക്കോയ തങ്ങളാ. അള്ളാഹു ആ മഹാന് കൊടുത്ത വലിയ സ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ മക്കളും മുഴുവൻ ദീനി രംഗത്ത്. നിങ്ങൾ ആ മക്കളെ നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വിട്ടുപോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബാക്കി ഉണ്ടല്ലോ അവിടെ 4 പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുജന്മാർ. ഒരു വാപ്പാന്റെ 5 മക്കളെയും ഒരുപോലെ സമൂഹം നെഞ്ചേറ്റി. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു റബ്ബുൽ ഇസ്സത്താ കൊടുക്കുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് വലിയ ഔദാര്യം കൊടുത്തു. കേരളത്തിലെ ദീനി പ്രവർത്തനത്തിന് പടച്ചറബ് തെരഞ്ഞെടുത്ത മഹാന്മാരാണ് അവർ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ അള്ളാഹു കബൂലിയത്ത് കൊടുക്കും. ഇന്നല്ലാഹ ഇദാ അഹബ്ബ റജുലൻ നാദാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്. അള്ളാഹു ഇന്നാലിന്നാളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു, സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർളി. പിന്നെ ഭൂമിയിൽ അയാൾക്കൊരു കബൂലിയത്ത് പടച്ച റബ്ബ് കൊടുക്കും. ജനങ്ങൾ അയാൾ അംഗീകരിക്കും. അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അത് നമ്മൾ ഉണ്ടാക്കിയുണ്ടാവൂല. അത് നമ്മൾ ഉണ്ടാക്കിയാലുണ്ട. പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അംഗീകാരം ചോദിച്ചു വാങ്ങിയിട്ട് നടക്കൂല, അള്ളാഹു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ. ഇതാണ് ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്മാർക്ക് പദവി കൊടുക്കും, പിൻവലിക്കും, ഉയർത്തും, താഴ്ത്തും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് ചോദിച്ചു വാങ്ങിയാൽ കിട്ടൂല. അങ്ങനെയുള്ള ഒരു സയ്യിദ് കുടുംബത്തിന്റെ മഹത്വത്തെ സമൂഹത്തിൽ ഇകഴ്ത്താനുള്ള എത്ര ശ്രമങ്ങൾ നടന്നു. അത് തുടരുന്നു എന്നതിന്റെ തെളിവല്ലേ നമ്മളിവിടെ ഇപ്പൊ കണ്ടത്. ബഹുമാനപ്പെട്ട തങ്ങളുടെ പോസ്റ്ററിന് നേരെ അവർ കാണിച്ച പ്രവർത്തനം ഞാനത് പർവ്വതീകരിക്കുകയല്ല. അവരെ മനസ്സിൽ നിന്ന് ആ വിരോധവും വിദ്വേഷവും ഒക്കെ മാറിയെങ്കിൽ സന്തോഷം, ഒരു കുഴപ്പമില്ല. സയ്യിദന്മാരുടെ വെറുപ്പും വിദ്വേഷവും പോയെങ്കിൽ, രാഷ്ട്രീയത്തുള്ള വിരോധം പോയെങ്കിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള ഹിഡൻ അജണ്ട മറ്റൊന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്ക്, 1945 കാര്യവട്ടത്ത് വെച്ച് സമത്വയുടെ 16ാം സമ്മേളനം നടക്കുമ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് പ്രസംഗിച്ചത്. നമ്മൾക്ക് മദ്രസകൾ വേറിട്ട് തന്നെ വേണ്ടി വരും. നമ്മൾക്ക് വേറെ മദ്രസകൾ വേണ്ടി വരും. സ്കൂളുകളോടനുബന്ധിച്ച് മദ്രസ നടത്തിയിരുന്നൊരു സമൂഹത്തോട് ബാഫഖി തങ്ങൾ പറഞ്ഞു, നമ്മൾ വേറിട്ട് മദ്രസകൾ നടത്തേണ്ടി വരും. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ 2 കൊല്ലം മുമ്പ് ബാഫഖി തങ്ങൾ ചിന്ത പങ്കുവെച്ചു.
ആ ചിന്ത പടർന്നു പന്തലിച്ചു. 1951 വടകരയിൽ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. 951 സെപ്റ്റംബർ 17 വാളക്കുളത്ത് യോഗം ചേർന്നു. 37 പ്രതിനിധികളാണ് വന്നത്. ആ 37 പ്രതിനിധികൾ വന്നപ്പോൾ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട പറവണ്ണ കെ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയും ബാഫക്കി തങ്ങൾ ട്രഷററുമായിട്ടാണ് കമ്മിറ്റി വന്നത്. ബാഫക്കി തങ്ങൾ ആ ട്രഷറർ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നായകൻ ട്രഷറർ. ആരും പറഞ്ഞില്ല വിദ്യാഭ്യാസ ബോർഡ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡാണ്. ആരും പറഞ്ഞില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. ബാഫക്കി തങ്ങൾ ട്രഷററായി അദ്ദേഹം പണം പിരിക്കാൻ നടന്നു. ആദ്യത്തെ പണപ്പിരിവ് രൂപീകരണ യോഗത്തിലാണ് നടന്നത്.